എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ കൂടെ ഉണ്ടാവണമെന്ന് എത്രത്തോളം ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവർ എത്രമാത്രം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ടുഗദർനെസ് എത്രത്തോളം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ ചിത്രം ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് കിട്ടാനായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് റീഡിംഗിലേക്ക് കടക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ദ എംപറർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് കപ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, കിങ് ഓഫ് സോർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 4 ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, കിങ് ഓഫ് വാൺസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് സോർഡ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ദ ചാരിയറ്റ് ആണ്. സോ വിത്ത് ദ എംപറർ കാർഡ് മേ ബി എനിക്ക് തോന്നുന്നു അല്പമൊക്കെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു വ്യക്തി. അതായത് ചിലപ്പോൾ അല്പം മുൻകോപം അല്ലെങ്കിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. ഏത് കാര്യം ചെയ്യുമ്പോഴും സ്വന്തം ഒരു തീരുമാനത്തിന് അല്ലെങ്കിൽ സ്വന്തം ഡിസിഷൻസിന് മുൻതൂക്കം നൽകുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ. അതായത് കൂടുതൽ പ്രയോറിറ്റി തനിക്ക് കിട്ടണമെന്ന് എപ്പോഴും വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആകാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വിത്ത് ദ 9 ഓഫ് കപ്സ് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ഇവർ ഒരുപാട് ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. ഇവരുടെ മനസ്സിലൂടെ ഇപ്പോൾ ഒരുപാട് ഈ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഈ ഒരു മെമ്മറീസ് ഒക്കെ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മേ ബി നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോഴായിരിക്കാം ഈ വ്യക്തി മനസ്സ് തുറന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് നിറഞ്ഞ ഒരു അവസ്ഥ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകുക നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈമിലൊക്കെയാണ് ഈ വ്യക്തി ആത്മാർത്ഥമായി സന്തോഷിച്ചത് എന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. വിത്ത് ദ കിങ് ഓഫ് സോർഡ്സ് ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സമയത്ത് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകില്ല. ഒരുപാട് വെയിറ്റിംഗ് എനർജി ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ചില തീരുമാനങ്ങൾ ലഭിക്കാനായിട്ട് ഒരുപാട് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഒരുപാട് ബോൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ട്രോങ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. മേ ബി ഒരു ഡിസിഷൻ ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ വിത്ത് ദ 9 ഓഫ് പെന്റിക്കിൾസ് നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് നിങ്ങൾ ഇവരുടെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആ ഒരു ഫീലിംഗ് പലപ്പോഴും ഇവർക്കിപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വിത്ത് ദ കിങ് ഓഫ് വാൺസ് ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ദൂരെ നിൽക്കേണ്ടുന്ന സിറ്റുവേഷൻ ഒരുപാട് വന്നിട്ടുണ്ടാകാം. ഒരുപാട് തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ ഇടയിൽ, നിങ്ങളും ഈ വ്യക്തിയുടെയും റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വന്നിട്ടുണ്ടാകാം. ബട്ട് ഇപ്പോൾ വീണ്ടും ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തെത്താനുള്ള ആ ഒരു അവസരം ഒരുങ്ങുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു സ്ട്രോങ് ഡിസിഷൻ, ഒരു സ്ട്രോങ് ഡിസയർ അല്ലെങ്കിൽ അത്രയും ഒരു ആഗ്രഹം ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ അടുത്തെത്തണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു മികച്ച ഒരു ഡിസിഷനുമായിട്ട് എത്തണം, നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി ലൈഫിൽ ഒരുപാട് ബിസി ആയിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അതായത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് ഒരു റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കോൾ മെസ്സേജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സമയത്തൊക്കെ ഈ വ്യക്തി ബിസി ആയിട്ടായിരിക്കും കാണപ്പെട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സമയത്ത് കമ്മിറ്റ്മെന്റ്, നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഒരു സീരിയസ്നെസ്സോ ഈ വ്യക്തി കാണിച്ചിട്ടുണ്ടാകില്ല. ബട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മികച്ചൊരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് നൽകണമെന്നൊക്കെ ഒരുപാട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ഫ്യൂച്ചർ നിങ്ങളുമായിട്ട് വേണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ വിത്ത് ദ 6 ഓഫ് സോർഡ്സ് നിങ്ങൾ ഇവരിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, അല്ലെങ്കിൽ കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത അത്രയും അകലത്തിൽ നിങ്ങൾ പോകുമോ എന്നുള്ള ആ ഒരു ഭയമൊക്കെ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. മേ ബി ചിലപ്പോൾ നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടുപേരും അല്പം ദൂരെയായിട്ട് ഒരുപാട് ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കാം. മേ ബി അത് ഫിസിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മെന്റൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആയിരിക്കാം. നിങ്ങൾ നേരിട്ട് കണ്ടാൽ പോലും നിങ്ങൾക്ക് അത്രയും ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ്
കാരണമുള്ള ഒരു ഡിസ്റ്റൻസ് ആയിരിക്കാം. ഓക്കെ, സോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് നിന്ന് മാറിപ്പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇവർക്ക് നഷ്ടപ്പെടുമോ, നിങ്ങളുടെ ലൈഫിൽ മറ്റൊരു വ്യക്തി വരുമോ എന്നൊക്കെ ഈ വ്യക്തി ഒരുപാട് ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട്. നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ അളവ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് എത്രത്തോളമാണെന്ന് ഇപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി റിയലൈസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടോ ആഗ്രഹിച്ചിട്ടുണ്ടോ അതിന്റെ ഒരു 2 ഇരട്ടി ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ ഇവരുടെ ലൈഫിൽ വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരു നെസസിറ്റി ആണ് അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ചിലർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ വ്യക്തിയെ പ്രപ്പോസ് ചെയ്ത് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകാം നിങ്ങൾ. പക്ഷേ ആ ഒരു സമയത്ത് ഈ വ്യക്തി അത്രയും ഒരു സീരിയസ്നെസ്സോട് കൂടി ഒരു അപ്രോച്ച് ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകില്ല ഈ വ്യക്തി സീരിയസ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഈ വ്യക്തി നിങ്ങളെ കളിപ്പിക്കുവാണോ അല്ലെങ്കിൽ നിങ്ങളോട് യഥാർത്ഥ സ്നേഹമുണ്ടോ എന്ന് പോലും നിങ്ങൾ സംശയിച്ചിട്ടുണ്ടാകാം. പക്ഷേ തീർച്ചയായും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വൈസ് ഈ വ്യക്തിയുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് സീരിയസ് ആയി തന്നെ നിങ്ങൾ ഇവരുടെ ലൈഫിൽ ലഭിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ആകണം, അല്ലെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതിരിക്കുന്ന ആളുകളാണ്, ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നിങ്ങളെ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, അങ്ങനെ ഒരു ആഗ്രഹം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. മേ ബി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കാം ഈ വ്യക്തി ഒരു കംബാക്ക് നടത്തുക എന്നാണ് എനിക്കിവിടെ കാണുന്നത്. മേ ബി ഒരു റീയൂണിയൻ അടുത്ത് തന്നെ പലരിലും അല്ലെങ്കിൽ പല വ്യക്തികളും നടത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, കാരണം ഈ വ്യക്തി ചിലപ്പോൾ മുൻപ് ഒരുപാട് എക്സ്ക്യൂസസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. മേ ബി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ളതായിട്ട് ഈ വ്യക്തി തന്നെ പല കാര്യങ്ങൾ പല റീസൺസ് കാരണം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ഈ വ്യക്തി നീട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആ ഒരു സ്ഥാനം പലപ്പോഴും ഈ വ്യക്തി തരാതെ ഇരുന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. സോ തീർച്ചയായും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് തീർച്ചയായും ഒരു മനം മാറ്റം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മൈൻഡ് ഫുള്ളി ട്രാൻസ്ഫോംഡ് ആയിട്ടുണ്ട്. തീർച്ചയായും വിത്ത് ചാരിയറ്റ് എനർജി നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നുള്ള ആ ഒരു ഡിസയർ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഈ വ്യക്തിയെ ഒരുപാട് അലട്ടുന്നുണ്ട്. ഈ ഒരു സമയത്ത് എല്ലാ വിധത്തിലുള്ള ആ ഒരു ഈഗോയും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഈ വ്യക്തി തീർച്ചയായും ഒരു ട്രാൻസ്ഫോംഡ് പേഴ്സൺ തന്നെയായിട്ട് മാറുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളെ എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വേണം, ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരിച്ചു വരണമെന്ന് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ്. ഓക്കെ, സോ തീർച്ചയായും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകുന്നതായിരിക്കും ഈ വ്യക്തിയുമായിട്ട്. മേ ബി ഈ വ്യക്തി എബ്രോഡൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറയാതെ നിങ്ങളുടെ അടുത്തേക്ക് എത്താനോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു വ്യക്തിയിൽ നിന്നും. ഓക്കെ, സോ തീർച്ചയായും നിങ്ങളുടെ ആ ഒരു പ്രേയേഴ്സ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസിനൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് കൂടി എടുത്ത് നോക്കാം. ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് വിസ്ഡം എന്നുള്ള കാർഡാണ്. സോ വളരെ ഒരു ചിന്ത, ഈ വ്യക്തിയുടെ ചിന്തകളിലൊക്കെ ഒരുപാട് മാറ്റം അല്ലെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു ചിന്താശേഷിയൊക്കെ ഈ വ്യക്തിയിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഈ വ്യക്തിക്ക് സ്വന്തം തെറ്റുകൾ ബോധ്യപ്പെടാനും അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു മിസ്റ്റേക്സ് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ ഈ വ്യക്തിക്ക് ഇപ്പോൾ റിയലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഒരു വിസ്ഡം ലെവൽ ഈ വ്യക്തിയുടെ വളരെ ഹൈ ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. സോ നല്ല രീതിയിലുള്ള ഒരു ചിന്തകളും അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങളെ മനസ്സിലാക്കാനുമുള്ള ആ ഒരു കഴിവ് ഇപ്പോൾ ഈ വ്യക്തിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡിസയർ എന്നുള്ള കാർഡാണ്. സോ തീർച്ചയായും നിങ്ങളുടെ അടുത്തെത്താനുള്ള ഒരു ഡിസയർ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തെത്താനുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹം ഈ വ്യക്തിക്കുണ്ട്. തീർച്ചയായും നിങ്ങളും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഈ വ്യക്തിയുടെ അടുത്തുള്ള ഒരു ഡിസയർ ഒക്കെ ഒരുപാടുള്ളതായിട്ടാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ട്രാവലിംഗ് എന്നുള്ള കാർഡ് കിട്ടിയിട്ടുണ്ട്. മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി ചില ആളുകൾക്കൊക്കെ ഒരു ട്രാവലിംഗ് കാണുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഒരു കംബാക്ക് ആയിരിക്കാം. മേ ബി ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണ് നിങ്ങളെങ്കിൽ ഈ വ്യക്തി ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്താനുള്ള എല്ലാ വിധത്തിലുള്ള ചാൻസസും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം ഒരു ട്രാവലിംഗ് കാണുന്നത്. മേ ബി നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തെത്താൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകും. സോ അതിനൊക്കെയുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ പോസിബിലിറ്റി നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചാൻസ്
ചാൻസ് കിട്ടുന്നതാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, മേ ബി ഒരുപാട് പേർക്ക് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ വീട് ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ട്രാവലിംഗ് ഇവിടെ കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് അല്ലെങ്കിൽ മറ്റൊരു പ്ലേസിലോട്ടുള്ള ഒരു ട്രാവൽ ആയിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് കൺഫ്യൂഷൻ എന്നുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരുപാട് കൺഫ്യൂഷൻസ് നിറഞ്ഞ ഒരു ലൈഫായിരുന്നിരിക്കാം നിങ്ങളുടേത്. നിങ്ങൾക്കോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം മനസ്സിൽ. ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നിരിക്കാം. സോ ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങളുടെ മാറാൻ പോകുന്നതായിട്ടാണ് ഏഞ്ചൽസ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ലെറ്റ് ഗോ എന്നുള്ള കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ തീർച്ചയായും ഡെഫിനറ്റ്ലി പാസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് മുന്നോട്ടൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ആണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായും ഒരുപാട് നെഗറ്റിവിറ്റീസ് ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലോ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ മായ്ച്ചു കളയുക, ലെറ്റ് ഗോ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിലേ ആകാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. സോ തീർച്ചയായും ലെറ്റ് ഗോ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണെങ്കിൽ അത് തീർച്ചയായും അത് മനസ്സിൽ നിന്നെടുത്ത് മായ്ക്കുക. ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എൻഡ്ലെസ് എന്നുള്ള കാർഡാണ്. സോ ഓക്കെ, സോ ഡെഫിനറ്റ്ലി ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു ലവ് അല്ലെങ്കിൽ എൻഡ്ലെസ് ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, കോണ്ടാക്റ്റ് ഒക്കെ നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു എൻഡ്ലെസ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം. നിങ്ങളുടെ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറായിട്ട് ഈ വ്യക്തിയെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടാം. അതൊക്കെയും നിങ്ങളുടെ ആ ഒരു ലെറ്റ് ഗോ ചെയ്യുന്ന ആ ഒരു രീതിയും അല്ലെങ്കിൽ പോസിറ്റിവിറ്റി നിങ്ങൾ എത്രത്തോളം സ്പ്രെഡ് ചെയ്യുന്നു, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ എത്ര പോസിറ്റീവായിട്ട് നിങ്ങളും അതേ നിങ്ങളുടെ പാർട്ട്ണറും അതേ എത്ര പോസിറ്റീവായിട്ട് കാണുന്നു, അത്രയും ഒരു എൻഡ്ലെസ് ജേർണിയിലോട്ട് നിങ്ങൾ കടക്കുകയാണ്. നിങ്ങൾ എൻഡ്ലെസ് ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എനർജിയിലോട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലോസ് കൂടി കിട്ടുമോ എന്ന് നോക്കാം. നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയുമായിട്ടോ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്കിതിൽ നിന്നും കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ആൽഫബറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കെ, എസ്, എം, എൽ, ഇ, ഡി, എ, ജെ ആൻഡ് ഐ. ഓക്കെ, മേ ബി ഈ ഒരു ആൽഫബറ്റ് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ പേരിന്റെ ആദ്യത്തെ ആൽഫബറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്തെ ഒരു പേരിന്റെ ആദ്യത്തെ അക്ഷരമായിരിക്കാം. സോ എന്തെങ്കിലും ഒരു കണക്ഷൻ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഈ ആൽഫബറ്റ്സുമായിട്ടുണ്ടാകാം. അതേപോലെ തന്നെ ചില ഡിജിറ്റ്സ്, ചില നമ്പേഴ്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 30, 27, 12, 10, 6, 20, 24, 29, 26, 35, 33, 28 ആൻഡ് 42. ഓക്കെ, സോ ഇത് മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ മേ ബി ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കാം. ഓക്കെ, മേ ബി ആനിവേഴ്സറിയോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസമോ, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ഈ ഒരു ഡേറ്റ്സുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റ്സുമായിട്ട് ഉണ്ടാകാം. അതേപോലെ തന്നെ ചില മന്ത്സും കൂടി കിട്ടിയിട്ടുണ്ട്. ജൂലൈ കാണുന്നുണ്ട്, ഓഗസ്റ്റ്, ഫെബ്രുവരി, ജാനുവരി, അതേപോലെ തന്നെ 2 months എന്ന് കിട്ടിയിട്ടുണ്ട്, 2 days. ഓക്കെ, സോ 6 days എന്ന് കാണുന്നുണ്ട്. മേ ബി ഈ ഒരു 2 daysനുള്ളിലോ അല്ലെങ്കിൽ 6 daysനുള്ളിലൊക്കെയോ എന്തെങ്കിലും ചില മെസ്സേജസ് അല്ലെങ്കിൽ കോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ഈ മന്ത്സ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്ത്സ് ഉണ്ടാകാം. ഒക്ടോബർ ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഫെബ്രുവരി കാണുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ബർത്ത് മന്തോ അല്ലെങ്കിൽ ആനിവേഴ്സറി ഉള്ള ഒരു മന്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ഇവന്റ് നടക്കുന്ന ഒരു മന്തോ ആയിരിക്കാം ഈ ഒരു മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കാണാൻ സാധിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹരേ കൃഷ്ണ.